വടകര റെയിൽവേ മെയിൽ സർവീസ് ഓഫീസ് നിർത്തലാക്കുന്നതിനെതിരെ ജനകീയ പ്രക്ഷോഭത്തിനൊരുങ്ങി നാട്ടുകാർ. സെപ്റ്റംബർ 26-ന് കോട്ടപ്പറമ്പിൽ RMS സംരക്ഷണ സമിതി പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കും. വാടക കുടിശ്ശിക 1 കോടിയോളം രൂപ ആയതോടെയാണ് RMSനെതിരെ നടപടിയെടുക്കാൻ റെയിൽവേ നീക്കം തുടങ്ങിയത്. റെയിൽവേ ഭൂമിയിൽ കെട്ടിടം പണിത് പ്രവർത്തിക്കുന്ന RMSന് കുറഞ്ഞ വാടകയിൽ സമീപത്തൊരു കെട്ടിടം കിട്ടാത്ത സാഹചര്യത്തിലാണ് ഓഫീസ് ഇല്ലാതാകുമെന്ന ആശങ്ക ഉയരുന്നത്. മുമ്പ് വടകര എടവടിയിലായിരുന്നു പ്രവർത്തനം. തപാൽ ഉരുപ്പടികൾ വടകര റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാനായി 35 വർഷം മുമ്പ് സ്റ്റേഷനോട് ചേർന്ന് പ്രവർത്തനം തുടങ്ങി. പ്ലാറ്റ്ഫോമിൽ നിന്ന് ഏറെ ദൂരമില്ലാത്തതിനാൽ തപാൽ പെട്ടികൾ കൊണ്ടുപോകാൻ എളുപ്പമായിരുന്നു. എന്നാൽ വാടക പ്രശ്നം രൂക്ഷമായതോടെ റെയിൽവേ പിന്തുണച്ചില്ലെന്നാണ് പരാതി. RMS സ്വന്തം ചെലവിൽ കെട്ടിടം പണിതുകൊണ്ടാണ് കഴിഞ്ഞ 40 വർഷക്കാലത്തോളമായി റെയിൽവേ സ്ഥലത്ത് ഈ RMSൻ്റെ കെട്ടിടം പ്രവർത്തിച്ചു വരുന്നത്. എന്നാൽ ഇപ്പോൾ റെയിൽവേ വാടക കുടിശ്ശികയുടെ പേര് പറഞ്ഞുകൊണ്ട് തപാലുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വടകരയിലെ പൊതുജനങ്ങളുടെ ഒരു പൊതു ആവശ്യമായി മാറിയ വടകരയിലെ RMS ഇന്ന് ചില താല്പര്യത്തിൻ്റെ ഭാഗമായി വികസനത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് എടുത്തു മാറ്റുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. റെയിൽവേയുടേതല്ലാത്ത വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന RMSകൾക്ക് പ്രതിമാസ വാടക മറ്റു പലയിടത്തും 10,000 രൂപയിൽ താഴെയാണ്. ഈ തുകയ്ക്ക് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് കെട്ടിടം ലഭ്യമല്ല. റെയിൽവേ സ്റ്റേഷൻ വികസന പ്രവൃത്തി തുടങ്ങിയപ്പോൾ RMSൻ്റെ കുറേ സ്ഥലം റെയിൽവേ തിരിച്ചെടുത്തു. RMS വഴി തപാൽ നീക്കം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഓഫീസ് ഇല്ലാതാക്കാനുള്ള ശ്രമം. ദിവസം 1600 തപാൽ മാത്രമേ സ്വീകരിക്കാൻ നിയമമുള്ളൂ. എന്നാൽ ഇവിടെ ദിവസം 2000-ൽ പരം തപാൽ രജിസ്ട്രേഷൻ നടക്കുന്നു. പരീക്ഷാ ദിവസം ഉത്തരക്കടലാസുകൾ എത്തിക്കാൻ വിദ്യാഭ്യാസ വകുപ്പും RMS ഉപയോഗപ്പെടുത്താറുണ്ട്. ഓഫീസ് ഇല്ലാതായാൽ വടകര താലൂക്കിന് കീഴിലെ വിവിധ പ്രദേശങ്ങളിലേക്കുള്ള തപാൽ നീക്കം പ്രതിസന്ധിയിലാകും. കൈരളി ന്യൂസ്, കോഴിക്കോട്.